അപ്പം നമ്മുടെ കുളമീനൊക്കെ നമ്മൾ കണ്ടിച്ച് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ചെറുതല്ലേ, നമുക്ക് വറുക്കാം, നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് കുറച്ച് കാന്താരി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് മഞ്ഞപ്പൊടി ഇച്ച് മുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ അരച്ചതാണ്. അപ്പം നമുക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് കാന്താരിയും കുരുമുളകൊക്കെ ഈ കുളമീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വറുക്കാൻ ഭയങ്കര രുചിയാണ്. നമുക്ക് നല്ലോണം അങ്ങോട്ട് ഈ അരപ്പ് എന്താ വൃത്തിയായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കില്ല. ഞാനിത് വരിഞ്ഞിട്ടുണ്ട്, ചെറിയ മീൻ വരിഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവരും കയറട്ടെ. നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഉപ്പുണ്ടോ എന്നിട്ട് ഇച്ചിരി ഉപ്പ് കുറവാണ്. ഇച്ചിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ചേ. ഇച്ചിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ചേ. ഇനി നമുക്കിത് ഞാൻ 3 രാജകുഞ്ഞൊക്കെ ഉണ്ടല്ലേ, അപ്പം നമുക്കിത് വറുക്കാനിടാം. ഞാൻ എണ്ണ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഈ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം. കാരണം മീൻ ഇച്ചിരി തോനെയുണ്ടല്ലേ. അപ്പം നമുക്ക് ഇടാം. ആദ്യം ബ്രാലിടാം. കണ്ട ചെറിയ ബ്രാലും കുരുമൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കാം. കണ്ട 4 എണ്ണം ഉണ്ട് കുഞ്ഞു ബ്രാല്. പിന്നെ നമ്മളെ കൈതക്കോല ഇങ്ങനെ ആദ്യം വലുതിടാം. വലുതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതിലും ചെറുതുണ്ട്. നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല മുരിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. കുളമീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല മുരിഞ്ഞ് വരുമ്പോഴാണ്. നമുക്കിതാ ഈ ഇതില്ലേ അരപ്പ്, അത് ഇതിൻ്റെ പുറത്തോട്ടം ഒഴിക്കാം. ഇത് നല്ല മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം വറുത്തിട്ടുണ്ട്. കേട്ടോ, നല്ല സൂപ്പറായിട്ട് വറുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ടും തിരിച്ച് മുട്ടിക്കുക. അപ്പം എല്ലാവർക്കും ചായ. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, അതാ നോക്കാൻ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞേണ്ട നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.